സ്വാഗതം. നിങ്ങൾ തന്ന തന്ത്രയോഗ ആൻഡ് ദ വിസ്ഡം ഗോഡസസ് എന്ന പുസ്തകത്തിലെ കാളിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ശരിക്കും എന്നെ പിടിച്ചുലച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കാളിയുടെ രൂപം. തലയോട്ടിമാല, പിന്നെ വെളിയിലേക്ക് നീട്ടിയ നാവ്, കയ്യിലെ രക്തം പുരണ്ട വാള്, ഒറ്റനോട്ടത്തിലൊരു ഒരു പേടി തോന്നുന്ന രൂപം. അപ്പം നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്: ഈ ഭയാനകമായ രൂപത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള തത്വങ്ങളെയും ജ്ഞാനത്തെയും ഒന്ന് പുറത്തു കൊണ്ടുവരിക. ഈ പുസ്തകത്തെ വഴികാട്ടിയാക്കി നമുക്ക് ഈ രഹസ്യം ചുരുളഴിക്കാൻ ശ്രമിക്കാം. അതൊരു നല്ല തുടക്കമാണ്. കാരണം ആ ഭയത്തെ മറികടക്കുമ്പോഴാണ് പുസ്തകത്തിൽ പറയുന്ന ആ യഥാർത്ഥ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളി എന്നത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിലെ ചില അടിസ്ഥാന സത്യങ്ങളുടെ പ്രതീകമാണ്. സമയം, മാറ്റം, മരണം, ഇവയെല്ലാം. ഇവയെ നേരിടാതെ ഒരു ആത്മീയ വളർച്ച സാധ്യമല്ലെന്നാണ് ഈ ഉറവിടം നമ്മളോട് പറയുന്നത്. അതെ, ആ പേര് തന്നെ വളരെ കൗതുകമുണർത്തുന്നതാണ്. കാലമെന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കാളി വരുന്നത് എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ സമയം എന്ന് കേൾക്കുമ്പോൾ ക്ലോക്കിലെ മിനിറ്റുകളും മണിക്കൂറുകളുമൊക്കെയാണ് ഓർക്കുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല, അല്ലേ? തീർച്ചയായുമല്ല. ഇവിടെ കാലമെന്ന് പറഞ്ഞാൽ അതൊരു നിഷ്ക്രിയമായ അളവല്ല. അതൊരു ഒരു സജീവമായ, ഊർജ്ജസ്വലമായ ഒരു മണ്ഡലമാണ്. പുസ്തകത്തിലെ പ്രയോഗം കടമെടുത്താൽ പ്രപഞ്ചം മുഴുവൻ രൂപം കൊള്ളുന്ന ഒരു ഗർഭപാത്രം. ഓക്കെ, ഒരു കോസ്മിക് വൂംബ് പോലെ. അതെ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും അവസാനം സംഹരിക്കുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ചശക്തി. കാളി ആ ശക്തിയുടെ സ്ത്രീലിംഗ രൂപമാണ്. അതായത് സമയം വെറുമൊരു പശ്ചാത്തലമല്ല, ഈ പ്രപഞ്ചത്തിലെ പ്രധാന നടൻ അല്ലെങ്കിൽ നടി തന്നെയാണ്. അത് വളരെ രസകരമായ ഒരു ആശയമാണ്. അപ്പോൾ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ആ ഒരു മുഴുവനായ ചാക്രിക പ്രക്രിയയാണ് കാളി പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയം വരുന്നുണ്ട്. പുസ്തകത്തിൽ ഒരിടത്ത് സമയം എല്ലാത്തിനെയും പാകപ്പെടുത്തുന്നു, മാറ്റുന്നു എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരിടത്ത് സമയത്തിന്റെ യഥാർത്ഥ സത്ത ശാശ്വതമായ, മാറ്റമില്ലാത്ത ഒന്നാണ് എന്നും പറയുന്നു. ഇത് രണ്ടും ഒരുമിച്ചെങ്ങനെ ശരിയാകും? അതൊരു വൈരുദ്ധ്യമല്ലേ? നല്ല ചോദ്യമാണ്. അതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതാണ് കാളിയുടെ തത്വത്തിന്റെ കാതൽ. ഒരു ഉദാഹരണം പറയാം. സമുദ്രത്തിലെ തിരകളെക്കുറിച്ച് ചിന്തിക്കൂ. ശരി. ഓരോ തിരയും ഉണ്ടാകുന്നു, ഉയരുന്നു, തകരുന്നു. അവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മാറ്റങ്ങൾക്കെല്ലാം ആധാരമായ സമുദ്രമെന്ന യാഥാർത്ഥ്യം അവിടെ തന്നെയുണ്ട്. അതുപോലെയാണ് സമയവും. സമയത്തിനുള്ളിൽ സംഭവിക്കുന്നതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ജനനം, ജീവിതം, മരണം. എന്നാൽ ഈ മാറ്റങ്ങൾക്കെല്ലാം അതീതമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ശാശ്വതമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. മാറ്റമില്ലാത്ത യാഥാർത്ഥ്യം. അതെ, ആ യാഥാർത്ഥ്യമാണ് കാളി. എല്ലാ മാറ്റങ്ങളും അവസാനം ലയിച്ചു ചേരുന്നത് ആ മാറ്റമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കാളിയെ ആരാധിക്കുക എന്നതിനർത്ഥം ഈ മാറ്റങ്ങളെയും അതിനടിയിലുള്ള മാറ്റമില്ലാത്ത ശാശ്വതികതയെയും ഒരുപോലെ അംഗീകരിക്കുക എന്നതാണ്. കൊള്ളാം, ആ ഉദാഹരണം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കാലം മാറ്റങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് അത് എല്ലാറ്റിന്റെയും അവസാനത്തിനും കാരണമാകുന്നു. ഇത് നമ്മളെ സ്വാഭാവികമായും കാളിയുടെ ഏറ്റവും പ്രശസ്തവും ഒരുപക്ഷെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഭാവത്തിലേക്കെത്തിക്കുന്നു: സംഹാരരൂപിണി. ഉറവിടങ്ങളിലെ ആ ചിത്രം, മുറിച്ചെടുത്ത തലയും വാളും. എന്തുകൊണ്ടാണ് ഈ സംഹാരം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ഇത് വെറും ഒരു നശീകരണമാണോ? അല്ലേ അല്ല. പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു വാചകമുണ്ട്: സൃഷ്ടിക്കുന്നതിനു മുൻപ് നാം സംഹരിക്കണം. ഇത് അന്ധമായൊരു നശീകരണമല്ല, മറിച്ച് പുതിയ ഒന്നിന് വഴിയൊരുക്കാനുള്ളൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു ശില്പി മനോഹരമായൊരു പ്രതിമയുണ്ടാക്കാൻ കല്ലിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കൊത്തിക്കളയുന്നതുപോലെ ആത്മീയ തലത്തിൽ കാളി സംഹരിക്കുന്നത് നമ്മുടെ അഹംഭാവത്തെയാണ്. നമ്മുടെ പരിമിതമായ ഞാൻ എന്ന ചിന്ത, ഭൗതികമായ കെട്ടുപാടുകൾ, തെറ്റായ ധാരണകൾ, ഇവയെല്ലാമാണ് കാളി ഇല്ലാതാക്കുന്നത്. ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ മുറിച്ചെടുത്ത തല അങ്ങനെ ഇല്ലാതാക്കിയ അഹംഭാവത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, അപ്പോൾ പുസ്തകത്തിൽ പറയുന്ന ത്യാഗം എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ബലിയല്ല, മറിച്ച് നമ്മുടെ ഈ പരിമിതമായ അഹംഭാവത്തെയും കെട്ടുപാടുകളെയും ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ അഹംഭാവത്തെ നശിപ്പിക്കുക എന്നൊക്കെ കേൾക്കാൻ എളുപ്പമാണ്. പ്രായോഗികമായി എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാക്കുക എന്നാണോ? അതൊരു നല്ല ചോദ്യമാണ്.
വ്യക്തിത്വമില്ലാതാക്കുമേ എന്നല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറയ്ക്കുന്ന പാളികളെ പൊളിച്ചുകളയുക എന്നതാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ കെട്ടിപ്പൊക്കിയ കുറേ ധാരണകളുണ്ട്. നമ്മുടെ ജോലി, സാമൂഹിക സ്ഥാനം, ബന്ധങ്ങൾ, ഇഷ്ടങ്ങൾ ഇവയെല്ലാമാണ് നമ്മൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശരിയാണ്, നമ്മുടെ ഐഡന്റിറ്റി. അതെ. കാളിയുടെ ഊർജം ഈ കപടമായ അടയാളങ്ങളെ തകർക്കുന്നു. ഇതൊരു വേദനാജനകമായ പ്രക്രിയയായിരിക്കാം. കാരണം നമ്മൾ മുറുകെ പിടിക്കുന്ന പലതും നമുക്ക് നഷ്ടമാകും. പക്ഷേ ആ നഷ്ടത്തിലൂടെ മാത്രമേ നമ്മുടെ യഥാർത്ഥവും അനന്തവുമായ സ്വത്വത്തെ കണ്ടെത്താൻ കഴിയൂ എന്നാണ് ഉറവിടം പറയുന്നത്. അമർത്യത നേടുന്നതിന് നമ്മുടെ ഈ മർത്യമായ ഭൗതിക സ്വഭാവം ത്യജിക്കണം. അത് സ്വയം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അല്ലാത്തപക്ഷം നമ്മൾ നിരാശയുടെയും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെയും ഒരു ചാക്രികതയിൽ കുടുങ്ങിപ്പോകും. ഇത് എനിക്ക് മറ്റൊരു വൈരുദ്ധ്യമായി തോന്നുന്നു. ഒരു വശത്ത് സംഹാരം, മരണം, മറുവശത്ത് പുസ്തകം കാളിയെ ജീവനുമായി, അതായത് പ്രാണനുമായി ബന്ധിപ്പിക്കുന്നു. ദേവി എല്ലാ ജീവജാലങ്ങളുടെയും രക്തം കുടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരേ സമയം ജീവന്റെ ഉറവിടവും മരണത്തിന്റെ കാരണവുമാകാൻ കഴിയുന്നത്? കാരണം ജീവനും മരണവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. കാളി നമ്മളിൽ ഓരോരുത്തരിലും ഒഴുകുന്ന ജീവശക്തിയാണ്, പ്രാണനാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ആ ഊർജമുണ്ട്. രക്തം കുടിക്കുന്നു എന്ന ഭയാനകമായ ചിത്രം പ്രപഞ്ചത്തിലെ ഊർജത്തിന്റെ ചാക്രികമായ കൈമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കേ. ജീവൻ നിലനിർത്താൻ ജീവൻ തന്നെ വേണം. ഈ പ്രക്രിയയുടെ എല്ലാം അടിസ്ഥാന ശക്തി കാളിയാണ്. എന്നാൽ ജീവൻ എന്നത് കാലത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒന്നായതുകൊണ്ട് അതിനൊരു അവസാനമുണ്ടായേ തീരൂ. അതുകൊണ്ട് ജീവശക്തിയായ ദേവി തന്നെ മരണവുമാണ്. മരണം ജീവിതത്തിന്റെ വിപരീതമല്ല, മറിച്ച് അതിന്റെ പൂർത്തീകരണമാണ്. അപ്പോൾ മരണം ഒരു അവസാനമല്ല, മറിച്ചൊരു പരിവർത്തനമാണ് എന്നാണോ ഉറവിടം പറയുന്നത്? അതെ, വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട് പുസ്തകത്തിൽ. മരണം ശാശ്വതികതയിലേക്കുള്ള ഒരു വാതിലാണ്. അത് നമ്മുടെ പരിമിതമായ വ്യക്തിപരമായ ഞാൻ എന്ന ഭാവത്തിന്റെ മരണമാണ്. ആ വാതിൽ തുറക്കുമ്പോഴാണ് നമ്മുടെ അനശ്വരമായ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുന്നത്. ഇത് കാളിയുടെ നിർവ്വാണഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങൾക്കും ബന്ധനങ്ങൾക്കും അപ്പുറമുള്ളൊരു ശാന്തമായ അവസ്ഥയാണത്. ദേവിയുടെ സംഹാരശക്തി നമ്മുടെ പരിമിതികളുടെ കോട്ട തകർത്ത് നമ്മെ ആ ആത്യന്തികമായ യാഥാർത്ഥ്യത്തിലേക്ക് ലയിപ്പിക്കുന്നു. ഓക്കെ, ഈ ആശയങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ദേവിയുടെ രൂപത്തെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കാം. കാരണം ആ രൂപത്തിലെ ഓരോ ഘടകവും ഈ തത്വങ്ങളെ പ്രതീകവൽക്കരിക്കുന്നുണ്ടാകും. കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറത്തിൽ തുടങ്ങാം. എന്തുകൊണ്ടാണ് ആ നിറം? കാളി എല്ലാ നാമരൂപങ്ങളെയും തന്നിലേക്ക് ലയിപ്പിക്കുന്ന ആത്യന്തിക യാഥാർത്ഥ്യമാണ്. അത് അനന്തമായ ആകാശത്തിന്റെ, കാലത്തിന്റെ നിറമാണ്. ഏതെങ്കിലും രൂപമോ ഭാവമോ ഉണ്ടാകുന്നതിനു മുമ്പുള്ള ശുദ്ധമായ അവസ്ഥ. എല്ലാത്തിൽ നിന്നും മുക്തമായ, എന്നാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് ആ നിറം സൂചിപ്പിക്കുന്നത്. തലയോട്ടിമാലയുടെ കാര്യമോ? അത് കാണുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാകും. ഒറ്റനോട്ടത്തിൽ അത് മരണത്തിന്റെ ചിഹ്നമായി തോന്നാം. പക്ഷെ പുസ്തകം പറയുന്നത് മറിച്ചാണ്. ആ തലയോട്ടികൾ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും അവയുടെ എണ്ണമറ്റ പുനർജന്മങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഓ, അങ്ങനെയാണോ? അതെ, അതായത് എല്ലാ ജീവന്റെയും പൂർണ്ണതയെയാണ് ആ മാല കാണിക്കുന്നത്. ദേവി എല്ലാ ജീവനെയും തന്നിൽ ധരിക്കുന്നു എന്നർത്ഥം. അതുപോലെ കൈകൾ കൊണ്ടുള്ള പാവാട, അത് പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ദേവിയാണെന്ന് കാണിക്കുന്നു. ശരി, ഇനി ഏറ്റവും ശക്തമായ ആ ചിത്രത്തിലേക്ക് വരാം. നിശ്ചലനായി കിടക്കുന്ന ശിവന്റെ ശരീരത്തിൽ നിൽക്കുന്ന കാളി. സാധാരണയായി ശിവനാണ് പരമശക്തിയായി കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഈ ചിത്രം അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് ശരിക്കും എന്നെ കുഴപ്പിക്കുന്ന ഒന്നാണ്. തന്ത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണിത്. ഇവിടെ ശിവൻ നിഷ്ക്രിയമായ ശുദ്ധമായ ബോധത്തെ, അതായത് കോൺഷ്യസ്നെസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ. എന്നാൽ കാളി ആ ബോധത്തിന് ചലനം നൽകുന്ന, അതിനെ പ്രകടമാക്കുന്ന ഊർജമാണ്, ശക്തിയാണ്. പുസ്തകത്തിൽ പറയുന്നത് പോലെ കാളി ശിവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചലനാത്മകമായ ശക്തിയാണ്. കാളിയില്ലാതെ ശിവൻ ശവമാണ്. ശവം, അതായത് നിശ്ചലമായ ശരീരം മാത്രം. അതെ, ബോധത്തിന് സ്വയം പ്രകടമാകണമെങ്കിൽ ഊർജം ആവശ്യമാണ്. ആ ഊർജമാണ് കാളി. അവർ രണ്ടല്ല, ഒരേ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. ബോധവും ഊർജവും ഒരുമിക്കുമ്പോഴാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. വാവ്!
അതാ ചിത്രത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ബോധം ഊർജമില്ലാതെ നിശ്ചലമാണ്, ഊർജം ബോധമില്ലാതെ ലക്ഷ്യമില്ലാത്തതാണ്. പുസ്തകത്തിൽ കാളിയെ വായു എന്ന മൂലകവുമായും ഇടിമിന്നലുമായും ബന്ധിപ്പിക്കുന്നുണ്ട്. അത് ഈ ആശയത്തോട് എങ്ങനെ ചേരുന്നു? കാലത്തിന്റെ മെല്ലെയുള്ള പ്രവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടിമിന്നൽ എന്നതു പെട്ടെന്നുള്ള ഒന്നാണല്ലോ. അതെ, കാളി എപ്പോഴും പ്രവചനാതീതമായ പെട്ടെന്നുള്ള പരിവർത്തനം കൊണ്ടുവരുന്ന ശക്തിയാണ്. ഒരു ഇടിമിന്നൽ പോലെ അത് നമ്മുടെ മിഥ്യാധാരണകളുടെ കെട്ടിടങ്ങളെ തകർക്കുകയും സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു തരികയും ചെയ്യുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളോ തിരിച്ചറിവുകളോ ഉണ്ടാകാറില്ലേ? ഉണ്ടാകാറുണ്ട്, തീർച്ചയായും. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ. ആ നിമിഷങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാളിയുടെ ഊർജമാണ്. ശരീരത്തിൽ ഈ ഊർജം പ്രാണനാണ്, നമ്മുടെ ശ്വാസം. അതുകൊണ്ടാണ് ശ്വാസത്തിലുള്ള ധ്യാനം, അതായത് പുസ്തകത്തിൽ പറയുന്ന സോഹം മന്ത്രം, ദേവിയുടെ താളവുമായി ബന്ധപ്പെടാനുള്ളൊരു മാർഗമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഭയാനകയായ സംഹാരരൂപിണി എന്ന ചിത്രത്തിൽ നിന്ന് കാളി ഇപ്പോൾ സമയം, ജീവൻ, മരണം, ബോധം, ഊർജം, പരിവർത്തനം എന്നിവയുടെ എല്ലാം പ്രതീകമായി മാറിയിരിക്കുന്നു. നമ്മുടെ പരിമിതമായ സ്വത്വത്തെ ഉപേക്ഷിച്ച് അനശ്വരമായ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. ഈ പുസ്തക ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രോതാവിനായി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്തായിരിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ മാറ്റം, നാശം, മരണം എന്നിവയൊന്നും ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് പരിവർത്തനത്തിന്റെയും നവീകരണത്തിന്റെയും ഒരു വലിയ ദൈവീകമായ പ്രക്രിയയുടെ ഭാഗമാണ് എന്നതാണ് പ്രധാന ആശയം. കാളിയെ ആരാധിക്കുക എന്നാൽ ജീവിതത്തിലെ സുഖകരവും സന്തോഷം നിറഞ്ഞതുമായ ഭാഗങ്ങളെ മാത്രം സ്വീകരിക്കുക എന്നല്ല, മറിച്ച് ജീവിതത്തിന്റെ ഈ പൂർണ്ണമായ ചാക്രിക പ്രക്രിയയെ അതിന്റെ എല്ലാ കാഠിന്യത്തോടും സൗന്ദര്യത്തോടും കൂടി അംഗീകരിക്കുക എന്നതാണ്. ആത്യന്തികമായി നമ്മുടെ അഹംഭാവത്തിന്റെ മരണത്തെ ഭയക്കുന്നതിനു പകരം അതിൽ പങ്കെടുത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനുള്ളൊരു ക്ഷണമാണ് കാളി. ഉറവിടങ്ങൾ കവളിയേൽ കോലിയസരയം ഭയാനകവും സൗന്ദര്യവുമായാണ് വർണ്ണിക്കുന്നത്. യഥാർത്ഥ സൗന്ദര്യം എന്നത് പുറമേ കാണുന്ന രൂപത്തിലല്ല, മറിച്ച് അത് ബോധത്തിന്റെ ഒരു ഭാഗമാണെന്നും പറയുന്നു. ഇത് നമ്മുടെ ശ്രോതാവിന് ചിന്തിക്കാനൊരു കാര്യം നൽകുന്നുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം സ്ഥിരതയുള്ളതും എപ്പോഴും സന്തോഷം നൽകുന്നതുമായ കാര്യങ്ങളിലായിരിക്കില്ല, മറിച്ച് മാറ്റത്തിന്റെ ആ പ്രക്ഷുബ്ധമായ പ്രക്രിയയിൽ തന്നെയായിരിക്കുമോ? ആ മാറ്റം ചിലപ്പോൾ ദുഷ്കരമോ അസ്വസ്ഥതയുളവാക്കുന്നതോ ആണെങ്കിലും ആ പരിവർത്തനത്തിൽ ഒരു തരം സൗന്ദര്യമില്ലേ?